പിന്നെ അടുത്ത ഇതിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിൽ കമ്പനി പറയുന്നത് ഏകദേശം 60 കിലോമീറ്ററാണ് കമ്പനി ഇതിൻ്റെ റേഞ്ച് പറയുന്നത്. അതൊരു പറയുന്നത് ഒന്നാമത്തെ മോഡിൽ, അതായത് ഇതിൻ്റെ മുകളിൽ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറ്റ സ്ക്രീൻ ഓഫാണ്. ഇവിടെ നമുക്ക് മോഡ് കാണാൻ വേണ്ടി പറ്റും അല്ലേ? ഇവിടെ ഒന്ന് കണ്ടില്ലേ, 1 2 3. അപ്പോൾ കമ്പനി 60 കിലോമീറ്റർ റേഞ്ച് പറയുന്നത് ഏകദേശം ഈ ഒന്നാമത്തെ മോഡിൽ ഇട്ടിട്ട് 60 കിലോമീറ്റർ കിട്ടും എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. പക്ഷേ എന്തായാലും പോസിബിളായ കാര്യമല്ല. കമ്പനി പറയുന്ന റേഞ്ച് എന്നാലും ഇന്നേ വരെ ഒരു വണ്ടിക്കും കിട്ടില്ല. പെട്രോളായാലും ഇലക്ട്രിക് ആയാലും എന്താണെങ്കിലും കമ്പനി പറയുന്ന റേഞ്ച് എന്തായാലും നമുക്ക് ഒരിക്കലും കിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ ഒരു ബോഡി വെയ്റ്റും പറയുകയാണെങ്കിൽ 52 കിലോ ഉണ്ട്. എനിക്ക് എൻ്റെ ബോഡി വെയ്റ്റ് വെച്ചിട്ട് എനിക്ക് 40 മുതൽ 50 കിലോമീറ്ററാണ് എനിക്ക് റേഞ്ച് കിട്ടുന്നത്. അങ്ങനെ 40 മുതൽ 50 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നു എന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് നമുക്ക് ഈ കുന്നമംഗലം ഭാഗത്തേക്ക് ഓർഡർ പോകുമ്പോൾ കുന്നമംഗലം NH ഭാഗത്തേക്ക് ഓർഡർ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല കുത്തനുള്ള കയറ്റവും കാര്യങ്ങൾ നമുക്ക് ഇറങ്ങി പോകേണ്ടി വരും. അതേസമയത്ത് നമ്മൾ ടൗൺ ഭാഗത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് നേരെ റോഡായിരിക്കും. അപ്പം ഓരോ ദിവസത്തിനനുസരിച്ചിരിക്കും എൻ്റെ റേഞ്ച് വന്നത്. ചില ദിവസം എനിക്ക് 40 കിട്ടിയിട്ടുണ്ട്. എന്നാലും മിനിമം ഒരു 40 എനിക്ക് കിട്ടുന്നുണ്ട്. 40 മുതൽ 50 വരെ അങ്ങനെ കേട്ടോ. നമ്മൾ ഓടിക്കുന്ന രീതി, അതായത് ഓടിക്കുന്ന റോഡൊക്കെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ റേഞ്ച്. എന്നാലും ഒരു ആവറേജ് പറയുകയാണെങ്കിൽ 45 പറയാം. ഒരു കറക്റ്റ് ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഞാനൊരു 45 കിലോമീറ്ററൊക്കെ ഇതിന് റേഞ്ച് പറയാം ഒരു ഫുൾ ചാർജിൽ.